നിഖിലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നിങ്ങൾ വാ, ഇത് ചായ എടുക്ക്. ഗൗതം, ദേ കൂടുതൽ സൽക്കാരമൊന്നും വേണ്ട. അന്നദാനം നടത്തിയാൽ പോലും അത് അർഹിക്കുന്നവർക്കേ ചെയ്യാവൂ. നിർത്ത് വസു. ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കാൻ നിൽക്കാതെ ഇവരെ പറഞ്ഞയക്കാൻ നോക്ക്. മേലിൽ ഇവർ ഈ വീട്ടിനകത്തേക്ക് വരാനും പാടില്ല. എന്തുകൊണ്ട് വരാൻ പാടില്ല? ഞാൻ ഈ വീട്ടിലെ മരുമോളാ. ഈ നിൽക്കുന്നത് എന്റെ പെറ്റമ്മയും കൂടെ പിറപ്പുവാ. ഇവരിവിടേക്ക് വരാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു അവകാശവും ആന്റിക്കില്ല. കേട്ടല്ലോ മരുമോള് പറഞ്ഞത്. കാര്യങ്ങൾ അവകാശ പ്രഖ്യാപനം വരെ എത്തി. ഇതിപ്പോ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആയല്ലോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് അധികാരം മുഴുവൻ കൈക്കലാക്കുമല്ലോ ഇവള്. ഇനിയും ഇവര് ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാനുണ്ടാവില്ല, അതുറപ്പ്. വേണ്ട മേഡം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങള് പൊയ്ക്കോളാം. ആ, നിങ്ങള് പോണം. അല്ലാതെ ഞാൻ ഈ വീട് വിട്ട് പോവെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇവിടുന്ന് പോയി എന്ന് ഉറപ്പാകും വരെ ഞാൻ എന്റെ മുറിയിൽ കയറി കഥ കടച്ചിരുന്നോളാം. ചന്ദ്രകെ, വേറൊന്നും തോന്നല്ലേ. ഇവ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളോട് ഞങ്ങൾക്ക് ആർക്കും ഒരു ദേഷ്യവുമില്ല. വന്നിരിക്കൂ. ഞങ്ങൾക്കൊരു വിരോധമില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് വിരോധം ഉണ്ടെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും അഭിമാനമുള്ളവരാണെങ്കിൽ അവരായിട്ട് തന്നെ ഇറങ്ങിപ്പോകും. അതല്ല, പോകാൻ ഉദ്ദേശം ഇല്ല എന്നാണെങ്കിൽ വേണ്ട, അധികം ഒന്നും പറയണ്ട. അപമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആന്റി. നിന്റെ സഹോദരൻ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വന്നിട്ട് എന്തോ വലിച്ചു വാരി കുടിച്ച് ആ ഫംഗ്ഷൻ തന്നെ നശിപ്പിച്ചപ്പോ ഇതേ അപമാനം ഞാനും എന്റെ കുടുംബവും സഹിച്ചതാ. ഇവൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എത്ര വട്ടമായിട്ട് അമ്മയോട് പറയുന്നു. അമ്മ എന്താ മനസ്സിലാക്കാത്തത്? ഞാനും പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. മാപ്പും ക്ഷമയും ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ന്. ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ഇറങ്ങിപ്പോയിക്കൂടെ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിന്ന് താളം ചവിട്ടുന്നത്? നിങ്ങൾക്കൊന്നും നാണമെന്ന് പറയുന്ന സാധനമില്ലേ? ആന്റി, മോളെ വേണ്ട മോളെ, ഞങ്ങള് പോവാ. നിഖിലേ വാ.